സംസ്ഥാനത്ത് കൊടും ചൂട് തുടരുകയാണ്. പാലക്കാടിന് പിന്നാലെ തൃശ്ശൂരിൽ ഉഷ്ണതരംഗം 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് തൃശ്ശൂരിൽ രേഖപ്പെടുത്തുന്നത്. സംസ്ഥാനത്ത് കനത്ത ജാഗ്രതാ നിർദ്ദേശം. മെയ് പകുതി വരെ താപനില ഉയർന്നു തന്നെ നിൽക്കുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും സൂര്യഗായത്രി ചേരുന്നു. സൂര്യഗായത്രി, മെയ് പകുതി വരെയും ഈ ചൂട് തുടരും. എന്തൊക്കെയാണ് അപകട സാധ്യതകൾ? ഒപ്പം കടലാക്രമണത്തിന് സാധ്യത പറയുന്നുണ്ട്. അജിൻഷദ്, 3 ജില്ലകളിലാണ് ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുള്ളത്. മുന്നറിയിപ്പ് ഇന്നും തുടരും. അടുത്ത മാസം പകുതി വരെ ഇത്തരത്തിൽ ഉയർന്ന നിലയിലുള്ള താപനില സംസ്ഥാനത്തുടനീളം അനുഭവപ്പെടുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. കൊല്ലം, പാലക്കാട്, തൃശൂർ ജില്ലകളിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് നിലനിൽക്കുന്നത്. ഇതിൽ പാലക്കാട് ജില്ലയിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കൊല്ലം, തൃശൂർ ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ഉയർന്ന താപനില മുന്നറിയിപ്പ് നിലനിൽക്കുകയാണ്. ഇത് കണക്കിലെടുത്ത് മുന്നറിയിപ്പിന് പിന്നാലെ മുന്നറിയിപ്പ് മാത്രമല്ല, ഇപ്പോൾ തൃശ്ശൂരിൽ 40 ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് രേഖപ്പെടുത്തിയത്. അതായത് ഉഷ്ണതരംഗം തൃശ്ശൂരിലും രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. സൂര്യഗായത്രി, അജിംഷാദ്, തുടർച്ചയായിട്ട് ഒരു സംസ്ഥാനത്ത് 2 ജില്ലകളിൽ 40 ഡിഗ്രി സെൽഷ്യസിലധികം താപനില ഉണ്ടാവുന്ന സാഹചര്യത്തിലാണ് ഉഷ്ണതരംഗ മുന്നറിയിപ്പ് സാധാരണയായി പുറപ്പെടുവിക്കാറുള്ളത്. സംസ്ഥാനത്ത് ഇപ്പോൾ പാലക്കാട്, തൃശൂർ ജില്ലകളിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 40 ഡിഗ്രിയിലധികം താപനിലയാണ് രേഖപ്പെടുത്തുന്നത്. ഈ സാഹചര്യത്തിലാണ് 3 ജില്ലകൾ, കൊല്ലം ഉൾപ്പെടെയുള്ള 3 ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത മുന്നറിയിപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത്. വലിയ രീതിയിലുള്ള ജാഗ്രത പൊതുജനം പാലിക്കണമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പും ദുരന്ത നിവാരണ അതോറിറ്റിയും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പും പുറപ്പെടുവിച്ചിട്ടുള്ള പ്രത്യേകം കാരണം. ഏറ്റവും പ്രധാനപ്പെട്ടത് സൂര്യാതാപം ഏൽക്കുന്നതിനുള്ള സാധ്യത കൂടുതലാണ്. സംസ്ഥാനത്ത് തന്നെ ഇതിനോടകം തന്നെ 3 മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ വലിയ മുൻകരുതൽ നിർദ്ദേശങ്ങൾ പാലിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേരിട്ട് വെയിൽ കൊണ്ടുകൊണ്ട് ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ ഒക്കെ സമയക്രമം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. 12 മണി മുതൽ 3 മണി വരെ ഇത്തരത്തിൽ തൊഴിലാളികൾ നേരിട്ട് വെയിൽ കൊള്ളരുത്, ജോലി എടുക്കരുത് എന്നൊരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്തരത്തിൽ ജോലി എടുക്കുന്നത് കാണുകയാണെങ്കിൽ തൊഴിലുടമയ്ക്കെതിരെ വലിയ രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നലെ തന്നെ തൊഴിൽ നൈപുണ്യ വകുപ്പ് മന്ത്രി കൂടിയായ വി ശിവൻകുട്ടി വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കണക്കിലെടുത്ത് സംസ്ഥാനത്ത് ഉദ്യോഗസ്ഥരെ തന്നെ ഇതിനായി നിയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അംഗൻവാടികളിലൊക്കെ സംസ്ഥാനത്ത് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അവധി പ്രഖ്യാപിച്ചിട്ട് അങ്ങനെ വലിയ രീതിയിലുള്ള ജാഗ്രത പൊതുജനം പാലിക്കണമെന്ന് തന്നെയാണ് വിവിധ വകുപ്പുകളിൽ നിന്നുള്ള പ്രത്യേക നിർദ്ദേശം. ഇതിനിടയിൽ തന്നെ ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട്. കേരള തീരത്തും അതുപോലെ തന്നെ തെക്കൻ തമിഴ്നാട് തീരത്തും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടി വരികയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ചൂടിനെതിരെ കൃത്യമായ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പൊതുജനം പാലിക്കണം. നിർജ്ജലീകരണം ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ കൃത്യസമയത്ത് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ പുറത്തിറങ്ങുമ്പോൾ അത്തരത്തിൽ കയ്യുറ, കുട തുടങ്ങിയ കാര്യങ്ങൾ കരുതിക്കൊണ്ട് വേണം പുറത്തിറങ്ങാൻ ഉൾപ്പെടെയുള്ള ഒരു പിടി നിർദ്ദേശങ്ങളാണ് ഇത്തരത്തിൽ വകുപ്പുകളൊക്കെ തന്നെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. മെയ് പകുതി വരെ ഇത്തരത്തിൽ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് പൊതുജനം മുന്നോട്ട് പോകണം എന്നൊരു അഭ്യർത്ഥനയും വകുപ്പുകൾ പങ്കുവയ്ക്കുകയാണ്. അജിൽഷാദ്.